ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലസ് ടുവിലെ ലാസ്റ്റ് ഓണം എക്സാമായ ഇംഗ്ലീഷും കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കുറച്ച് വൈകി, കാരണം നാളെ 21-ാം തീയതി ഓണപ്പരിപാടി, എല്ലാ സ്കൂളുകളിലും ഓണപ്പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ സെറ്റാക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. എപ്പോഴും നമ്മൾ ലാസ്റ്റ് നിമിഷത്തേക്ക് വയ്ക്കുന്നതുകൊണ്ട് കുറച്ച് ഓട്ടത്തിലായിരുന്നു. അതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വൈകിയത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത്രയും വൈകിയില്ല, ഇനി ഇടണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മളെന്തായാലും വേറെ എല്ലാ സബ്ജക്റ്റ് ഇട്ടുകൊണ്ട് ഇംഗ്ലീഷിനെ പറ്റി കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് എക്സാം പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു എക്സാം എന്ന് വേണം പറയാൻ. കാരണം വൺ വേർഡ് ആയിക്കോട്ടെ. ഇപ്പോൾ ആകെ ഒരു 4 സൈഡേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ. ഭയങ്കര ചെറുതായിരുന്നു. ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും ചെറിയ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് തോന്നുന്നു. അപ്പോൾ അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കൂടെ ഒന്ന് പോവുകയാണെങ്കിൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പാസേജ് ഈസ് ടേക്കൺ ഫ്രം ഒരേകല്ലു, സ്പീക്കർ രത്ന, ഓദർ സുധാമൂർത്തി. പിന്നെ ആ ഒരു വേർഡ് എന്ന് പറയുന്നത് റിലീവ്സ്. പിന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ മെൻഡിങ് വാള്, പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ്. പിന്നെ സീസൺ സ്പ്രിങ്. പിന്നെ അതിൻ്റെ അടിയത്തെ പേഴ്സോണിഫിക്കേഷൻ അല്ലേ. ഓക്കെ, അങ്ങനെ പിന്നെ അതിൻ്റെ അടിയിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അത് ഒന്ന് ഒരു പ്രിപ്പോസിഷൻ പോലത്തെ വന്നു. ബാക്കി 3 എഴുതുന്നതാണ്. അത് ഞാൻ ആദ്യത്തെ 3 എഴുതിയത്. പിന്നെ 4 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ എഴുതുന്നത്, അതും ഞാൻ ആദ്യത്തെ 5 തന്നെ എഴുതിയത്. ആ ഒരു എഡിറ്റിങ് എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ അങ്ങനെ കിട്ടിയില്ല, അതുകൊണ്ട് അത് വിട്ടിട്ടുണ്ട്. ആദ്യത്തെ 5 തന്നെയാണ്. പിന്നെ അനൗൺസ്മെൻറ്റും വിട്ടു. ആദ്യത്തെ 5 ഞാൻ എഴുതിയത്. പിന്നെ മോഹൻലാലിനെ പറ്റിയിട്ടൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ അടുത്തത് 6 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻ എഴുതുന്നത്, അതും ഞാൻ ആ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം എനി വുമൺ അത് വിട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ എഴുതി. കാരണം ഇത് ഓൺ എക്സാമിന് കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എഴുതിയ കണ്ടന്റ് തന്നെ വീണ്ടും പല ക്വസ്റ്റ്യനിലായിട്ട് എഴുതിയിട്ട് ഒരു നമുക്ക് തന്നെ തോന്നും, അയ്യോ ഇതിപ്പോൾ അതിലും എഴുതിയാണല്ലോ, ഇതിലും എഴുതിയാണ്, കുറേ എണ്ണത്തിൽ എഴുതിയാണല്ലോ, ഇനി ഇത് എഴുതിയ സീനാവോ, അങ്ങനത്തെ ഒരു ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അപ്രീസിയേഷനൊക്കെ വിട്ടത്. കാരണം ഓൾറെഡി എനി വുമൻ്റെ അവിടെ മീൻസ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും എഴുതിയിട്ടുണ്ട്, പിന്നെ ഇതിലും എഴുതണം. പിന്നെ അത് അങ്ങനെ അതുകൊണ്ടാണ് അത് വിട്ടത്. പിന്നെ 5 എഴുതി. ബ്ലർബൊക്കെ എഴുതുമ്പോൾ ഇത്തിരി ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഇതെങ്ങനെ ബ്ലർബ് പെട്ടെന്ന് എനിക്ക് കത്തിയില്ല. പിന്നെ ആണ് ആ ഒരു ബുക്കിൻ്റെ ബാക്കിൽ എഴുതുന്ന ആ ഒരു ഇതല്ലേ ബ്ലർബ്, അത് എഴുതി. പിന്നെ കുറേ എസ്സേ പോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് 8 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ എഴുതാനുള്ളത്. കൂടുതൽ പേര് ആ ഫസ്റ്റത്തെ 2 തന്നെയായിരിക്കും എഴുതിയത്. പിന്നെ പുതിയൊരു അപ്രീസിയേഷന് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ എഴുതിയവരുണ്ടാവും, എന്നാലും കുറവായിരിക്കും. ഞാനും ആദ്യത്തെ 2 തന്നെയാണ് എഴുതിയത്. പിന്നെ 8 മാർക്കിൻ്റെ അല്ലെങ്കിൽ ചെറിയൊരു സംതൃപ്തി കുറവുണ്ട്. ആ ഒരു 26ാമത്തെ ക്വസ്റ്റ്യനൊക്കെ നല്ലതായിട്ട് എഴുതാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഞാൻ എന്തോ കാരണം കൊണ്ട് കുറച്ച് എഴുതിയിട്ടുള്ളൂ. എന്താണെന്നറിയില്ല. കാരണം ഒന്നാമത് ലാസ്റ്റ് എക്സാം ആയതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് പിന്നെ പൊതുവേ എഴുതാൻ മടിയാണ്. അതായത് ഇപ്പോൾ എനിക്ക് ഈ ലാംഗ്വേജ് എക്സാംസിന് അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറേ ഒരു സ്പെസിഫിക് ആൻസർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ ആലോചിച്ചിട്ടൊക്കെ എഴുതണമല്ലോ, അതൊരു ഇതാണ്. അപ്പോൾ കുറേ എഴുതാനുള്ള ഒരു മൂഡ് വരണം. ഇന്നിപ്പോൾ ലാസ്റ്റ് എക്സാം, പിന്നെ നാളത്തെ പരിപാടിയുടെ ഡിസ്കഷൻ ഒക്കെ കൂടിയായിട്ട് അത്ര അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊന്നും എഴുതിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടാനുള്ള പേപ്പറായിട്ടാണ് എനിക്ക് ഇംഗ്ലീഷിനെ ഫീൽ ചെയ്തത്. എല്ലാവർക്കും ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയ്ക്ക് പറയാനുള്ളൂ. അങ്ങനെ നമ്മുടെ ഓൺ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വെക്കേഷൻ, അത് കഴിഞ്ഞ് പുതിയ ടേം ആരംഭിക്കുകയായി. അതിൽ നമുക്ക് ഇത് വരുന്നുണ്ട്, കുറേ പാഠം എടുക്കും. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ തുടങ്ങുമായിരിക്കും. പിന്നെ കലോത്സവം, ശാസ്ത്രോത്സവം, അങ്ങനത്തെ പരിപാടികളുണ്ട്, കായികോത്സവം. പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവർക്ക് ഒക്ടോബറിലായിരിക്കും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക. അപ്പോൾ അത്യാവശ്യം ഹെക്റ്റിക്കായിട്ടുള്ളൊരു മന്ത്സാണ് വരുന്നത്. കൂടുതൽ പേരും ക്ലാസ്സിൽ നിന്നൊക്കെ അപ്പോൾ എന്നടക്കമുള്ള കുട്ടികൾ ക്ലാസ്സിലിരിക്കാൻ സാധ്യതയില്ലാത്ത കുറച്ച് മാസമാണ്. കാരണം പലതിൻ്റെ പ്രാക്ടീസും അതേപോലെ ക്യൂസസ് അങ്ങനത്തേനൊക്കെ ആയിട്ട് പുറത്തു പോകും. അപ്പോൾ അത് നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വെക്കേഷനൊക്കെ നമ്മുടെ ലെവൽ എവിടെയാണെന്ന് നോക്കിയാൽ നമ്മൾ വെക്കേഷൻ മൊത്തമായിട്ട് പഠിക്കാനല്ല പറയണത്. ഇപ്പോൾ നമുക്കിപ്പോൾ തോന്നി, നമുക്കിപ്പോൾ അത്യാവശ്യം നമ്മളൊരു ഫണ്ണൊക്കെ ഇതാക്കി,
നമുക്ക് സാച്ചുറേറ്റഡ് ആയി തോന്നും. കുറച്ച് നേരം പഠിക്കാൻ തോന്നിയാൽ നമുക്ക് അതിൽ പഠിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. കാരണം വെക്കേഷനാണ് പറഞ്ഞ് ഇത് പഠിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. കാരണം നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അത് നമ്മൾ അനുസരിച്ച് നമുക്ക് ഏത് ടൈമും യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.